സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടഡ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. സോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകളെല്ലാം രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹൈലൈറ്റ്സിലേക്ക് പോകാം. ഹൈലൈറ്റ്സിൽ പ്രധാനമായിട്ടുള്ളത് സെൻസെക്സ്, നിഫ്റ്റിയൊക്കെ ഇന്ന് എന്താ പറയുക സൂപ്പറായിട്ട് പറന്ന് കയറി പോയിട്ടുണ്ട്. റിയാലിറ്റിയാണ് ഒരല്പം മോശമായി പെർഫോം ചെയ്തിരിക്കുന്നത്. 23,777 ഈ മാസത്തെ ടാർഗറ്റ് നാളെ തന്നെ അച്ചീവ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ അദാനി ഗ്രൂപ്പ് 2030 ആകുമ്പോഴത്തേനും 2 ലക്ഷം കോടി രൂപ റിന്യൂവബിൾ എനർജി സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ICICI ബാങ്ക് ലോക ബാങ്കുകളുടെ ഇടയിൽ $100 ബില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ബാങ്കായി മാറാണ്. എനിക്ക് തോന്നുന്നത് ഇത് 6ാമത്തെ ബാങ്കാണ് $100 ബില്യൺ ആസ്തിയുള്ള കമ്പനി എന്ന് തോന്നുന്നു. ദെൻ അമരരാജ ബാറ്ററി 20% കയറിപ്പോയത്. അത് ഒരു ഓൾ ടൈം ഹൈയിൽ എത്തിയിട്ടുണ്ട്. എന്താ പറയുക, ഒരു ടെക്നിക്കൽ ലൈസൻസിങ് എഗ്രിമെൻറ്റ്, ഒരു ചൈന ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിട്ട് അവർ ഒരു ടെക്നിക്കൽ ലൈസൻസിങ് എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ ന്യൂസ് വന്നതോടുകൂടിയാണ് ഈ കമ്പനി ഇത്രയും കയറിപ്പോയി. അമരരാജ ബാറ്ററീസ് തെലങ്കാനയിലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ, തെലങ്കാനയിലെ ആന്ധ്രാപ്രദേശോ അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്. ദെൻ ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ ഇന്ന് 10% ഒരു ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. അത് സൺബീം ലൈറ്റ് വെയ്റ്റിംഗ് സൊല്യൂഷൻസ് എന്ന ഒരു കമ്പനിയായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അതോടുകൂടി മാർക്കറ്റ് കുതിച്ചു കയറി പോകുമായിരുന്നു. ക്യാംസ് ഇന്ന് 5% റാലി ചെയ്തു, ഒരു 52 വീക്സ് ഹൈയിലെത്തിയിട്ടുണ്ട്. മോത്തിലാൽ ഒസ്വാൾ എന്ന ഒരു അനലൈസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി ഒരു ബൈ കോൾ കൊടുത്തതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ശ്രീറാം ഫിനാൻസ് ഇന്ന് 4% ഒരു റാലിയാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് CNBC ആവാസിൽ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ അതിൻ്റെ അസറ്റ് വർദ്ധിപ്പിക്കും എന്നൊരു വാർത്ത അദ്ദേഹം ഷെയർ ചെയ്യുകയുണ്ടായി. അതോടുകൂടി മാർക്കറ്റ് കയറി പോവുകയും ചെയ്തു. ഹിറ്റാച്ചി എനർജി 4% ഒരു വർധനവ് രേഖപ്പെടുത്തി. അവർക്കൊരു 790 കോടിയുടെ ഒരു പുതിയ പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഹൈലൈറ്റ്സ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് കറൻ്റ്ലി എന്താ പറയുക, ഡോ ജോൺസ് 109 പോയിന്റ് റെഡിലാണ്. S&P 500ഉം നസ്ദാക്കും ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ആണെങ്കിൽ 23,685 ട്രേഡിംഗ് നടക്കുന്നത്. 35 പോയിന്റ് റെഡിലാണ് ഇപ്പോൾ ഉള്ളത്. നിക്കി ഗ്രീനിലാണ്, ഹാങ്സെങ്ങും ഗ്രീനിലാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 39 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 192 പോയിന്റിൻ്റെ അഥവാ 0.81% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 23,577 നിന്നും 144 പോയിന്റ് ലാഭത്തിൽ 23,721 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇന്ന് നിഫ്റ്റി 50-ലെ 50 സ്റ്റോക്കുകളിൽ 23 ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 27 നഷ്ടത്തിൽ അവസാനിച്ചു. ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക്, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെയാണ് പ്രധാനമായിട്ടും ലാഭത്തിൽ അവസാനിച്ചിരിക്കുന്നത്. അതേസമയത്ത് BPCL, ഏഷ്യർ മോട്ടോഴ്സ്, പവർ ഗ്രിഡ്, ഏഷ്യൻ പെയിൻറ്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ നന്നായിട്ട് നഷ്ടത്തിലും അവസാനിച്ചിട്ടുണ്ട്. നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് 151 പോയിന്റിൻ്റെ ഒരു പ്രോഫിറ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ജൂൺ മാസത്തിലാണെങ്കിൽ 383 പോയിന്റിൻ്റെ അഥവാ 1.64% ഒരു ഗെയിനാണ് നിഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 1.78% വർദ്ധിച്ചിട്ട് 14.31 ക്ലോസ് ചെയ്തിട്ട് ഇന്ന് 14.31 ക്ലോസ് ചെയ്തത്. ഇന്ന് നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നത് നാളത്തേക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ബാങ്ക് നിഫ്റ്റി ഇന്ന് 846 പോയിന്റ് ലാഭത്തിൽ 52,606 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഫിൻ നിഫ്റ്റി 409 പോയിന്റ് ഒരു ലാഭത്തോടു കൂടി 23,511 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 524 പോയിന്റ് ലാഭത്തിൽ 78,054 ക്ലോസ് ചെയ്തു. അതേപോലെ മിഡ് ക്യാപ്പ് 43 പോയിന്റ് നഷ്ടത്തിൽ 12,282 ക്ലോസ് ചെയ്തു. ഇവിടെ ഒരു ഓൾ ടൈം, എല്ലാ ഇൻഡെക്സുകളും ഓൾ ടൈം ഹൈയിലാണ് ഉള്ളത്. ഇപ്പോൾ അതൊരു പുതിയ സംഭവം അല്ലാത്തതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. നിഫ്റ്റി വന്നിരിക്കുന്നതും ഇന്ന് ഓൾ ടൈം ഹൈ ആണ്. കൂടാതെ ബാങ്ക് നിഫ്റ്റി വന്നിരിക്കുന്നത് 52,606 ആദ്യമായിട്ടാണ് ഹിസ്റ്ററിയിൽ ഈ ഒരു റേഞ്ചിലേക്ക് വരുന്നത്. ഫിൻ നിഫ്റ്റി 23,500 ആദ്യമായിട്ടാണ് വരുന്നത്. സെൻസെക്സ് 78,000 ക്രോസ് ചെയ്യുക എന്നുള്ളത് ഒരു മൈൽ സ്റ്റോൺ ആണ്. അതിൻ്റെ മുകളിൽ ക്ലോസിംഗ് തന്നിട്ടുണ്ട്. സോ
സൂപ്പറായിട്ടാണ് മാർക്കറ്റ് പറന്നു കയറി പോവുകയാണ്. സോ ഇതിൽ ഒരേ ഒരു കാര്യം നോക്കാനുള്ളൂ, മാർക്കറ്റ് നിങ്ങളുടെ മുന്നിലൂടെ ഇത്രയും വേഗതയിൽ കടന്നു പോകുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ഭാഗം നിങ്ങളുടെ കീശയിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ, എത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾ ഉറപ്പ് വരുത്തുക. ദെൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. $81.8 ഇന്നത്തെ റേറ്റ്. ഗോൾഡ് റേറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. $2334 ഇന്നത്തെ ഗോൾഡ് റേറ്റ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം മെച്ചപ്പെട്ട് വരുന്നുണ്ട്. 83 രൂപ 43 പൈസയാണ് ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 17,331 കോടിയുടെ ബൈങ്ങും 16,155 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,175 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇന്ന് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 13,519 കോടിയുടെ ബൈങ്ങും 13,668 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 149 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 1,026 കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് കാണുന്നത്. ഈ മാസത്തെ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,062 കോടിയുടെ നിക്ഷേപം പിൻവലിക്കൽ നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 20,471 കോടിയുടെ നിക്ഷേപം നടത്തിയിട്ട് മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ടോട്ടൽ 18,414 കോടിയുടെ നിക്ഷേപം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്ന് ഈ മാസം വന്നെത്തിയിട്ടുണ്ട്. ദെൻ പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ഫിൻ സർവീസസ് 1.9% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. നിഫ്റ്റി ബാങ്ക് 1.74% കിട്ടിയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. നിഫ്റ്റി ഓട്ടോ, FMCG, മീഡിയ, മെറ്റൽ, റിയാലിറ്റി ഈ സെക്ടറുകളാണ് പ്രധാനമായിട്ടും നഷ്ടത്തിൽ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി 1.75% ലോസാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി ബാങ്ക് ബീസ് ETF വരികയാണെങ്കിൽ ബാങ്ക് ബീസ് ഇന്ന് 1.55% ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ITBs എല്ലാം തന്നെ ഗ്രീനിലാണ്. ഫാർമ ബീസ് മാത്രമാണ് ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ശ്രീറാം ഫിനാൻസ് ഇന്ന് 3.95% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ BPCL 2.78% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീറാം ഫിനാൻസ്, ആക്സിസ് ബാങ്ക്, HDFC AMC, ICICI ബാങ്ക്, മുത്തൂറ്റ് ഫിനാൻസ്, HDFC ബാങ്ക്, ടെക് മഹീന്ദ്ര, ഇന്ദു ഹോട്ടൽ, HDFC ലൈഫ്, LT, വിപ്രോ, MRF തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് മികച്ച ലാഭം രേഖപ്പെടുത്തിയപ്പോൾ BPCL, ആസ്റ്റഡിയം, വേദാന്ത ലിമിറ്റഡ്, ബന്ധൻ ബാങ്ക്, ജൂബിലന്റ് ഫുഡ്സ്, ഏഷ്യർ മോട്ടോഴ്സ്, IEX, പവർ ഗ്രിഡ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഭാരത് ഫോർജ്, ട്രെൻഡ്, ഏഷ്യൻ പെയിന്റ്സ് ഇത്രയും സ്റ്റോക്കുകൾ വരുന്ന നഷ്ടത്തിലും ക്ലോസ് ചെയ്തു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 993 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1,317 സ്റ്റോക്കുകൾ നഷ്ടത്തിലും അവസാനിച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ PCR 1.33 ആയി വർദ്ധിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ബുള്ളിഷിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 23,721 ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് 14 പോയിന്റ് മുകളിലായിട്ട് 23,735 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറും സ്പോട്ടും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വരുന്നത് എക്സ്പയറി അടുത്തതുകൊണ്ടാണ്. 27-ാം തീയതിയാണ് എക്സ്പയറി വരുന്നത്. 24,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ള 1,26,00,000 കോൾ അവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. 23,500 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത്. 1,03,00,000 പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.61 സൂപ്പർ ബുള്ളിഷാണ്. നിഫ്റ്റിയേക്കാളും നല്ല ബുള്ളിഷായിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. 52,606 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 38 പോയിന്റ് മുകളിലായിട്ട് 52,644 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 53,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത്. 32 ലക്ഷമാണ് ഇവിടെ കോൾ റേറ്റിംഗ് ഉള്ളത്. 52,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുണ്ട്. 50 ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ പേരുകളൊന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല. ഇനി നാളത്തെ ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ജർമ്മനി GFK കൺസ്യൂമർ കോൺഫിഡൻസ്, ഫ്രാൻസ് കൺസ്യൂമർ കോൺഫിഡൻസ്, കാനഡ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, US S&P കേസ് ഷിലർ ഹോം പ്രൈസ് ഇയർ ഓൺ ഇയർ, US CB കൺസ്യൂമർ കോൺഫിഡൻസ്, ഫ്രാൻസ് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ക്ലെയിംസ് ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഇനി ഞങ്ങളുടെ ഇന്നത്തെ ഇൻട്രാഡേ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 22 ട്രേഡിൽ നിന്നായി 1:2.65 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 4.16% അഥവാ 24,951 രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ബ്രേക്ക് ഈവനായി നിന്നുള്ള ബ്രോക്കറേജ് കൊടുക്കാനുള്ള 375 രൂപ കിട്ടിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 8.8% പ്രോഫിറ്റ് കയറി വന്നിട്ടുണ്ട്. ഫിൻ നിഫ്റ്റിയിൽ 3.1% വന്നിട്ടുണ്ട്. മിഡ് ക്യാപ്പിൽ 878 രൂപയുടെ മാത്രം പ്രോഫിറ്റാണ്. സെൻസെക്സിൽ ഇന്ന് ലോസാണ് വന്നിരിക്കുന്നത് 48 രൂപയുടെ, അതായത് ബ്രേക്ക് ഈവനായി നിൽക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത് വലിയ പ്രോഫിറ്റ് ഒന്നും നിന്നില്ല. സ്റ്റോക്ക് ഓപ്ഷനിൽ ഇന്ന് 11.7% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഈ മാസം ഇതുവരെ നോക്കുകയാണെങ്കിൽ 23.26% പ്രോഫിറ്റാണ് ഞങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്നത്. 294 ട്രേഡുകളാണ് ഇതിനായിട്ട് ചെയ്തിരിക്കുന്നത്. വന്നിരിക്കുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ 1:1.6 കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു റിസ്ക് 1.5ൻ്റെ മുകളിൽ വന്നാൽ തന്നെ സൂപ്പറാണ്.
ആവറേജ് ഒരു ട്രേഡിൽ 474 രൂപയുടെ പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 1,39,546 രൂപയുടെ പ്രോഫിറ്റാണ് ഈ മാസം ഇതുവരെ ആയിട്ടുള്ളത്. ദെൻ ഇന്ന് ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. എക്സ്പയറിയിൽ നമ്മൾ ഇന്ന് രാവിലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഒരു ബുൾ റണ്ണാണ് തന്നത്. സൂപ്പറായിട്ട് കയറിപ്പോയിട്ടുണ്ട്. ഞാൻ റാസ് ലെവൽസ് ആഫ്റ്റർനൂൺ വരെയും വാച്ച് ചെയ്തിരുന്നു. പിന്നീട് ആ റാലിയുടെ കൂടെ അങ്ങ് പോയി. ഇന്ന് ഞാൻ ഇപ്പോൾ വൈകുന്നേരം റാസ് ലെവൽസിൻ്റെ 2 ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് മെഷർ ചെയ്തൊരു 9 ഇരട്ടി എടുത്ത് നോക്കുമ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിങ്ങും 9 ടൈംസ് ഉള്ള റാസ് ലെവലും എക്സാക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഹൈ വന്നിരിക്കുന്നത് 23,577 ആണ്. നമ്മുടെ റാസ് ലെവൽ ഈ പീക്കിൽ വന്ന ഈ ലൈനിൽ നിന്നും ഈ റാസ് ലെവൽസിൻ്റെ ഗ്യാപ്പ് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുത്തപ്പോൾ 23,575 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് റാസ് ലെവൽസ്. സോ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നിഫ്റ്റിയുടെ ഇത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 23,777 നമ്മൾ ഈ മാസം പ്രതീക്ഷിക്കുന്ന ഒരു ടാർഗറ്റ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 24 കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അമ്മാതിരി പവർഫുള്ളായിട്ടാണ് കയറി വരുന്നത്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഈ ഒരു റാലി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു കൺസോൾട്ടേഷനിൽ വന്ന് ഇവിടുന്ന് ബ്രേക്ക് ഔട്ടായി, പിന്നെ ഒരു പുൾ ബാക്ക് എടുത്തു, വീണ്ടും കയറിപ്പോയി, മിനിഞ്ഞാന്ന് ഒരു പുൾ ബാക്ക് എടുത്ത് ഇന്നലെ ഇന്നുമായിട്ട് കയറിപ്പോയി. ഇനി അത് തിരിച്ച് കയറി 24,400 എത്താൻ വലിയ സമയമൊന്നും വേണ്ട. 700 പോയിന്റ് മാത്രമാണ് ഇനി കയറി പോകാനുള്ളത്. വളരെ ഈസി ആയിട്ട് 3-4 ദിവസം കൊണ്ട് അതിന് കയറി പോകാവുന്നതേ ഉള്ളൂ. ഈ ഫൈനൽ ടാർഗറ്റ് 24,404 മന്ത്ലി റാസ് ലെവൽസിൽ ലാസ്റ്റ് ടാർഗറ്റാണ്. നോക്കാം നമുക്ക് കയറി പോകുന്നുള്ള. ഇത് സെൻസെക്സ് ആണ് എല്ലാ ടാർഗറ്റും കട്ട് ചെയ്തിട്ടും വീണ്ടും കുതിപ്പിൽ തന്നെ നിൽക്കുകയാണ്. മിഡ് ക്യാപ്പും സെയിം തിങ്, സ്ട്രൈറ്റ് അപ്പാണ്. അതിൽ വേറെ എക്സ്ക്യൂസ് ഒന്നുമില്ല. നേരെ ഈ ഇൻഡെക്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, നേരെ കയറിപ്പോവാണ്. ഇത് അച്ചാരം അങ്ങനെ ഒറ്റ പോക്കാണ്. താഴോട്ട് ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിലും പക്ഷെ ചെറിയ പുൾ ബാക്ക് എടുത്ത് വീണ്ടും മുകളിലോട്ട് തന്നെ കയറിപ്പോവാണ്. ഓക്കെ, ഇനി ഫിനാൻസ് സെക്ടറിലേക്ക് പോകുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ എല്ലാ ടാർഗറ്റും കടന്നിട്ടും അതിൻ്റെ കലി അടങ്ങുന്നില്ല, അത് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് എക്സോ അങ്ങനെയാണ്. ഫിൻ നിഫ്റ്റി അതിൻ്റെ ഫൈനൽ ടാർഗറ്റ് ഇന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ മുകളിലോട്ട് ഇനി അതിന് ടാർഗറ്റ് ഇല്ല. ഓപ്പൺ സ്കൈ ആയിട്ട് ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കും. ദെൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ, ട്രേഡേഴ്സ് അരീന എന്നുള്ള ഈ ചാനൽ 11,600 പേരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ 30 കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നിഫ്റ്റി ബുധൻ വ്യാഴം താഴേക്ക് വരാനാണ് സാധ്യത. ഞാൻ പുട്ട് ഹോൾഡ് ചെയ്യുന്നൊന്നുമില്ല. FI പൊസിഷൻ ഇൻഡെക്സിൽ ഷോർട്ടാണ്. അതിനെ ഓവർകം ചെയ്യുന്ന ബൈയിങ് DI ചെയ്തില്ലെങ്കിൽ ബുധൻ വ്യാഴം താഴേക്ക് വന്നേക്കാം. നാളെയാണ് ബുധനാഴ്ച, മറ്റന്നാൾ വ്യാഴം, ഇന്ന് ചൊവ്വയായിരുന്നു. നോക്കാം. സൈനുൽ അബ്ദീനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദെൻ ബാങ്ക് നിഫ്റ്റി മികച്ച പ്രോഫിറ്റ് തന്നു, കൺഗ്രാജുലേഷൻസ്. ദെൻ പ്രധാനപ്പെട്ട കമൻറ്റുകൾ, അതായത് വലിയ ടെക്സ്റ്റാണ് ഞാൻ തപ്പി നോക്കുന്നത്. ഇവിടെ നിന്ന് രാകേഷ് RB, സർ ആൽഗോ വർക്കിംഗ് കണ്ടീഷനായി. ആൽഗോ ഞങ്ങൾ ഇത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു കോപ്പി ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. എനിക്കിത് വാട്സപ്പിൽ ഒത്തിരി പേരുടെ മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ ഒരു കോപ്പി ട്രേഡിങ്ങിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പബ്ലിക്കിന് വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലൈവിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നത്. അതായത് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, അതിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന മാനുവലി എടുക്കുന്ന ട്രേഡുകൾ, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റിൽ പോയി എക്സിറ്റ് ചെയ്യലൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇൻഡെക്സുകൾ, അതായത് ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഡെയിലി പേപ്പർ ട്രേഡ് എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്ന ആ ഒരു റിസൾട്ട്, അതായത് ബാക്കോട്ട് പോവുകയാണെങ്കിൽ ഇതാ ഈ കാണുന്ന എല്ലാ ഇൻഡെക്സും സ്റ്റോക്ക് ഓപ്ഷൻസിൽ 5ഓളം സ്റ്റോക്കുകൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എൻട്രി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എല്ലാത്തിൻ്റെയും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് ടാർഗറ്റിൽ പോയി എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഞങ്ങൾ ഒരു പ്ലാറ്റ്ഫോമാണ് റെഡിയാക്കുന്നത്. സോ അത് API ബേസ്ഡ് ആയിട്ട് പോകുന്നതാണ്. സോ അത് കംപ്ലീറ്റ് ആയിട്ട് ട്രയൽ റൺ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ സൂൺ ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ടിന് പകരം അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ ട്രേഡിന് പകരം ഒറിജിനൽ ട്രേഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ഒത്തിരി പേരിനോട് ചോദിക്കാറുണ്ട് ഇതെന്തിനാണ് പേപ്പർ ട്രേഡ് കാണിക്കുന്നത്, അതിനെക്കൊണ്ട് എന്താ കാര്യം എന്നുള്ളത്. സോ സൂൺ വിത്തിൻ 1 month ടൈമിൽ എനിക്ക് പറ്റുന്നതാണ് വിശ്വാസം. ഇപ്പോൾ അതാണ് അദ്ദേഹം ചോദിച്ചത്. ദെൻ ഇന്ന് രാവിലത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ, ഈ വീഡിയോ ഇന്നലത്തെ വീഡിയോ എത്ര പേരാണ് കണ്ടിരിക്കുന്നത്? 1144 പേരാണ് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളത്. ഇന്ന് രാവിലത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ 733 പേരാണ് ഇത് കണ്ടിട്ടുള്ളത്. ദെൻ അതിലും പ്രധാനപ്പെട്ട കമൻറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഉണ്ട് റിവ്യൂ. പേപ്പർ ട്രേഡിംഗ് സ്ക്രീൻഷോട്ട് മാറ്റി റാസ് ലെവൽസ് വാല്യൂസ് ഇട്ടുകൂടെ? ഓക്കെ, പേപ്പർ ട്രേഡിംഗ് ഇത് ഏത് ദിവസത്തെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്? രാവിലത്തെ കമൻറ്റിലാണ്. രാവിലത്തെ വീഡിയോയിൽ ഞാൻ പേപ്പർ ട്രേഡിംഗ് കാണിക്കാറില്ലല്ലോ.
വൈകുന്നേരമാണ് കാണിക്കാറുള്ളത്. സോ എനിക്ക് തോന്നുന്നത് അങ്ങനെ. ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് സെല്ലിംഗ് സോൺ ഡെയിലി ഡിസ്കസ് ചെയ്തുകൂടെ? ആദ്യമൊക്കെ പ്രഡിക്ഷൻ തെറ്റിക്കോട്ടെ, സാരമില്ല. ഇവിടെ നമ്മൾ റാസ് ലെവൽസ് ആണ് ഫോളോ ചെയ്യുന്നത്. റാസ് ലെവൽസിൻ്റെ ലെവൽസ് വെച്ചിട്ട് ഇന്നത്തെ ഈ നിങ്ങൾ കമൻറ്റ് ഇട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കമൻറ്റ് ഇടേണ്ട ആവശ്യം വരില്ലായിരുന്നു. കാരണം അതിനകത്ത് ഓൾറെഡി ഇന്നത്തെ എക്സ്പയറി ഉള്ള ട്രേഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു, ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് കയറി വരികയും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങളാണ് പറയേണ്ടത്, ഞാൻ എന്നെക്കുറിച്ച് പറയുന്നത് ശരിയല്ലല്ലോ. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ നോക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് സോൺസ്, ഓക്കെ. ദെൻ പേപ്പർ ട്രേഡിങ്ങിൻ്റെ സ്ക്രീൻഷോട്ട് അത് മാറ്റിയിട്ട് റിയൽ ട്രേഡിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാനിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. സോ അതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും പറയാനില്ല, കാരണം ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. പക്ഷേ ഒത്തിരി പേർക്ക്, എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക്, എൻ്റെ ലൈവിൽ കേൾക്കുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.